ഇപ്പൊ ലൈവിനകത്ത് അനുമോളും ശൈത്യം തമ്മിലുണ്ടായ ആ ഒരു വഴക്കുണ്ടല്ലോ, അത് വലിയൊരു പ്രശ്നമൊന്നും ആവില്ലായിരുന്നു. അനുമോൾ അവിടെ ഒന്ന് സംസാരിക്കാൻ ഇരുന്നാൽ മാത്രം മതിയായിരുന്നു. ശൈത്യയുടെ അടുത്തൊന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നു. പക്ഷെ അത് തീർക്കുന്നില്ല. എന്ത് ചെയ്യുന്നു? എണീറ്റ് പോകുന്നു. അവിടുന്ന് എണീറ്റ് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്ത ആ ഒരു സമയത്ത് അനുമോള് പറയുന്നത് കേൾക്കാതെ അനീഷ് എണീറ്റ് പോയി എന്ന് പറഞ്ഞ് വിമർശിച്ചവരാണല്ലോ അനുമോളുടെ PR ടീമുകള്. ഇപ്പൊ എന്ത് പറയുന്നു? ഉത്തരം മുട്ടുമ്പോ എണീറ്റ് പോയെന്നൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ പറഞ്ഞത് അബദ്ധമായി പോയി, കേട്ടത് പ്രതീക്ഷിച്ച പോലെ ഒരു റിപ്ലൈ അല്ല എന്നൊക്കെ വരുമ്പോ എണീറ്റ് പോയെന്നൊക്കെ ഇരിക്കും. മനുഷ്യരാണ്, മനുഷ്യ സഹജമാണ്. ഞാൻ വിമർശിക്കുന്നൊന്നുമില്ല, അനുമോളെ ഞാൻ ഒരിക്കലും വിമർശിക്കില്ല. അനുമോൾ അവിടെ എണീറ്റ് പോയത് മനുഷ്യ സഹജമാണെന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച അനീഷ് എണീറ്റ് പോയതും മനുഷ്യ സഹജമാണ്. അങ്ങനെ കരുതിക്കൂടെ? അങ്ങനെ പറഞ്ഞുകൂടെ? ഇവിടെ ഇപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ നെറേറ്റീവിനെ മൊത്തത്തിൽ വളച്ചൊടിച്ച് കൊണ്ടുവരാൻ പോകുന്നതെന്ന് കാണാൻ ഞാൻ വളരെയധികം വെയിറ്റിംഗ് ആണ് കേട്ടോ. ഞാൻ കാത്തിരിക്കുകയാണ്. വളച്ചൊടിച്ചുള്ള വീഡിയോ ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്തു തന്നെയായാലും ശൈത്യയുടെ പക്ഷത്തെ എനിക്ക് നിൽക്കാൻ തോന്നുന്നുള്ളൂ, അതാണ് സത്യം. ശൈത്യ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ കറക്റ്റ് കാര്യങ്ങളാണ്. ഡ്രാമ കളിച്ചും പിന്നെ കൊടുത്ത ഡ്യൂട്ടി പ്രോപ്പറായിട്ട് ചെയ്യാതെയും അതിലൂടെ കോണ്ടന്റുകൾ ഉണ്ടാക്കിയും, അങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ മാത്രമായിരുന്നില്ലേ അനുമോൾ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ്. നെവിനെ പോലെ തന്നെ ഉള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, അല്ലാതെ എന്തെങ്കിലും വിന്നിംഗ് ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണോ? അത്രയും നല്ല സുഹൃത്തായിരുന്നു ആദില നൂറ, അവരെക്കാട്ടിലും നല്ല സുഹൃത്തായിരുന്നു ശൈത്യ. ഇവളുടെ സുഹൃത്തായിരുന്നത് കൊണ്ട് മാത്രം ഇവളുടെ PR എന്നെ വെട്ടി ഒതുക്കി കളഞ്ഞു. ഇവളുടെ PR സ്റ്റണ്ട് കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശൈത്യ ഒരുപാട് കരയുന്നുണ്ട്. അവിടെ ആ ഒരു മൈജി കോർണറിൽ ഒരുപാട് ശൈത്യ കരയുന്നുണ്ട്, പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു. എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകർ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും